ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 38. ഹെസക്കിയായുടെ രോഗശാന്തി. ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോട് അടുക്കുകയും ചെയ്തു. ആമോസിൻ്റെ പുത്രനായ ഏശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. അപ്പോൾ ഏശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. ഇതാ, നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസിറിയ രാജാവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ സംരക്ഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഈ വാഗ്ദാനം നിവൃത്തിയാകുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളമാണിത്. ആഹാസിൻ്റെ ഘടികാരത്തിൽ അസ്തമയ സൂര്യൻ്റെ രശ്മികളേറ്റുണ്ടാകുന്ന നിഴൽ 10 ചുവട് പുറകോട്ട് തിരിയുന്നതിന് ഞാൻ ഇടയാക്കും. അങ്ങനെ ഘടികാരത്തിൽ നിഴൽ 10 ചുവട് പുറകോട്ട് മാറി. യൂദാ രാജാവായ ഹെസക്കിയ തനിക്ക് പിടിപെട്ട രോഗം മാറിയപ്പോൾ എഴുതിയത്. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ ഞാൻ വേർപിരിയണം. ശേഷിച്ച ആയുസ് പാതാളവാതിൽക്കൽ ചെലവഴിക്കുന്നതിന് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ജീവനുള്ളവരുടെ നാട്ടിൽ ഞാൻ ഇനി കർത്താവിനെ ദർശിക്കുകയില്ല. ഭൂവാസികളുടെ ഇടയിൽ വെച്ച് മനുഷ്യനെ ഞാൻ ഇനി നോക്കുകയില്ല. ആട്ടിടയൻ്റെ കൂടാരം പോലെ എൻ്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു. നെയ്ത്തുകാരനെ പോലെ എൻ്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. തറിയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി. പകലും രാത്രിയും അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രഭാതം വരെ സഹായത്തിനു വേണ്ടി ഞാൻ കരയുന്നു. ഒരു സിംഹത്തെപ്പോലെ അവിടുന്ന് എൻ്റെ അസ്ഥികൾ തകർക്കുന്നു. രാപകൽ അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. മീവൽ പക്ഷിയെപ്പോലെയോ കൊക്കിനെപ്പോലെയോ ഞാൻ നിലവിളിക്കുന്നു. പ്രാവിനെപ്പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. മുകളിലേക്ക് നോക്കി എൻ്റെ കണ്ണ് തളർന്നിരിക്കുന്നു. കർത്താവെ, ഞാൻ മർദ്ദിക്കപ്പെടുന്നു. അങ്ങ് എൻ്റെ രക്ഷയായിരിക്കണമേ. എനിക്കെന്ത് പറയാൻ കഴിയും? അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. മനോവേദന നിമിത്തം ഉറക്കവും എന്നെ വിട്ടകന്നിരിക്കുന്നു. കർത്താവെ, എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും. എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ. എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അങ്ങ് എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. പാതാളം അങ്ങയ്ക്ക് നന്ദി പറയുകയില്ല. മരണം അങ്ങയെ സ്തുതിക്കുകയില്ല. പാതാളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്തതയിൽ പ്രത്യാശ അർപ്പിക്കുകയില്ല. ജീവിച്ചിരിക്കുന്നവൻ അവനാണ് അങ്ങയ്ക്ക് നന്ദി പറയുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ. പിതാവ് തൻ്റെ സന്തതികളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കുന്നു. കർത്താവ് എന്നെ രക്ഷിക്കും. ഞങ്ങൾ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ തന്ത്രീനാദത്തോടെ അങ്ങയെ കീർത്തിക്കും. അപ്പോൾ ഏശയ്യാ പറഞ്ഞു, അവൻ സുഖം പ്രാപിക്കേണ്ടതിന് ഒരു അത്തിയട എടുത്ത് അവൻ്റെ പരുവിൽ വയ്ക്കുക. ഞാൻ കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുമെന്നതിൻ്റെ അടയാളം എന്തായിരിക്കുമെന്ന് ഹെസക്കിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയ ദൈവജനമേ, യൂദായുടെ രാജാവായ ഹെസക്കിയ മാരകമായ രോഗം ബാധിച്ച് മരണാസന്നനായിരിക്കുന്ന ചരിത്രപരമായ പശ്ചാത്തലത്തിലാണ് ഈ 38-ാം അധ്യായം ആരംഭിക്കുന്നത്. അസീറിയൻ ആക്രമണത്തിൻ്റെ ഭീഷണി നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ രാജാവിൻ്റെ രോഗം രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. നീ നിൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക, നീ മരിക്കും എന്ന ദൈവകൽപ്പനയുമായി ഏശയ്യാ പ്രവാചകൻ രാജാവിനെ സമീപിക്കുന്നു. ലോകത്തിൻ്റെ അധികാരങ്ങൾക്കും രാഷ്ട്രീയ കരുത്തിനും അപ്പുറം മനുഷ്യജീവൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന ഈ സാഹചര്യം നമ്മെ ബോധ്യപ്പെടുത്തട്ടെ. നീതിമാനായ ഒരു രാജാവ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തെ നേരിടുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. രാഷ്ട്രീയമായ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ പരമാധികാരം വെളിപ്പെടുന്ന നിമിഷമായിരുന്നു ഇത്. മരണത്തിൻ്റെ നിഴൽ വീണ ആ കൊട്ടാരമുറിയിൽ നിന്നുമാണ് പ്രത്യാശയുടെ മഹത്തായ സന്ദേശം ഉയരുന്നത്. മരണവിധി കേട്ട ഉടനെ ഭിത്തിയിലേക്ക് തിരിഞ്ഞ് ഹെസക്കിയ രാജാവ് കർത്താവിനോട് വിങ്ങിപ്പൊട്ടി പ്രാർത്ഥിക്കുന്നതാണ് നാം കാണുന്നത്. തൻ്റെ ജീവിതത്തിലെ വിശ്വസ്തതയും ആത്മാർത്ഥതയും
ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ കണ്ണീരണിഞ്ഞ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉടനടി ഉത്തരം നൽകി. 15 വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുക്കുമെന്നും നഗരത്തെ അസിറിയക്കാരിൽ നിന്ന് സംരക്ഷിക്കുമെന്നും കർത്താവ് വാഗ്ദാനം ചെയ്തു. ദൈവഹിതത്തിനു മുൻപിൽ താഴ്മയോടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയിലൂടെ ദൈവനിശ്ചയത്തിൽ പോലും മാറ്റം വരുത്താൻ കഴിയുമെന്ന് ഈ സംഭവം പഠിപ്പിക്കുന്നു. സൂര്യ ഘടികാരത്തിലെ നിഴൽ 10 പടികൾ പിന്നോട്ട് മാറുന്ന അത്ഭുതം ഈ വാഗ്ദാനത്തിൻ്റെ അടയാളമായി നൽകപ്പെട്ടു. ദൈവത്തിൻ്റെ കരുണ നീതിക്കും ന്യായവിധിക്കും മുകളിൽ നിൽക്കുന്നു എന്ന വലിയ സത്യമാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. ഹെസക്കിയായുടെ സ്തോത്രഗീതം രോഗസൗഖ്യം ലഭിച്ച ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പ്രകാശനമായി ഇന്നും നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തദാസനായി ഏശയ്യ പ്രവാചകൻ ഇവിടെ ഉദിച്ചു നിൽക്കുന്നത് തികഞ്ഞ ധൈര്യത്തോടും ദൈവഭക്തിയോടും കൂടിയാണ്. രാജാവിൻ്റെ അടുത്ത് നോക്കി മരണവാർത്ത അറിയിക്കാൻ കാണിച്ച അസാധാരണമായ ആത്മധൈര്യം അദ്ദേഹത്തിൻ്റെ പ്രവാചക ദൗത്യത്തിൻ്റെ കരുത്ത് വ്യക്തമാക്കുന്നു. എന്നാൽ ദൈവം തൻ്റെ തീരുമാനം മാറ്റിയപ്പോൾ ഒട്ടും വൈകാതെ സൗഖ്യത്തിൻ്റെ സന്ദേശം അറിയിക്കാനും അദ്ദേഹം ഒട്ടും മടി കാണിച്ചില്ല. സത്യം പറയാനുള്ള ചങ്കൂറ്റവും ദൈവത്തിൻ്റെ ആർദ്രത വെളിപ്പെടുത്താനുള്ള എളിമയും ഏശയ്യ പ്രവാചകൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളാണ്. മനുഷ്യരെയല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടതെന്ന് ഏശയ്യ പ്രവാചകൻ നമുക്ക് കാട്ടിത്തരുന്നു. പ്രവാചകൻ്റെ വാക്കുകൾ ഹെസക്കിയായുടെ ജീവിതത്തിൽ മാനസാന്തരത്തിനും ആത്മീയ നവീകരണത്തിനും വഴിയൊരുക്കി. ദൈവത്തിൻ്റെ വക്താവായി നിൽക്കുന്ന ഒരാൾക്ക് പ്രലോഭനങ്ങളിലും പ്രതിസന്ധികളിലും പതറാതെ നിൽക്കാൻ കഴിയുമെന്ന് ഈ അധ്യായം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയ ദൈവജനമേ, പാപത്തിനും അനീതിക്കുമെതിരെ ദൈവത്തിൻ്റെ ന്യായവിധി അനിവാര്യമാണെന്ന് ഈ അധ്യായം നമ്മെ ഗൗരവമായി ഓർമ്മിപ്പിക്കട്ടെ. ഹെസക്കിയായുടെ രോഗം കേവലം ശാരീരികമല്ല, മറിച്ച് മരണത്തിന് മുൻപുള്ള ഒരു ആത്മശോധനയ്ക്കുള്ള അവസരമായിരുന്നു. മരണത്തിന് നിന്നെ സ്തുതിക്കാനാവില്ല എന്ന രാജാവിൻ്റെ വാക്കുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ഇന്നത്തെ പാപപങ്കിലമായ ആധുനിക ലോകത്ത് രോഗങ്ങളും പീഡകളും വരുമ്പോൾ തളർന്നു പോകാതെ അവയെ ദൈവത്തിലേക്കുള്ള മടക്കയാത്രയായി കാണാൻ വിശ്വാസികൾക്ക് സാധിക്കണം. നമ്മെ സ്നേഹിക്കുന്ന ദൈവം ശിക്ഷിക്കാനല്ല, മറിച്ച് വിശുദ്ധീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കും വേണം. ലോകത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും നിത്യതയുടെ ഗൗരവത്തെക്കുറിച്ചും ചിന്തിക്കാൻ ഈ വചനഭാഗം നമ്മെ നിർബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അനുഭവിക്കാൻ പാപകരമായ വഴികൾ ഉപേക്ഷിക്കണം എന്ന ശക്തമായ സന്ദേശം ഇതിലുണ്ട്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യായം വലിയൊരു ജാഗ്രതാ സന്ദേശമാണ്. ഹെസക്കിയ തൻ്റെ വീട് ക്രമപ്പെടുത്തിയതുപോലെ നാമും നമ്മുടെ ആത്മീയ ജീവിതം ഏതു നിമിഷവും കർത്താവിനെ സ്വീകരിക്കാൻ തക്കവിധം ഒരുക്കി വയ്ക്കണം. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും നിമിഷമാകണമെങ്കിൽ ഇന്ന് നാം വിശുദ്ധിയിൽ ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയമാകുന്ന വീട് വെടിപ്പാക്കി നാം വിശുദ്ധീകരിച്ച് വയ്ക്കണം. വചനം കൊണ്ട് നിറയ്ക്കണം. വചന ധ്യാനം കൊണ്ട് ശക്തിപ്പെടുത്തണം. സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാനും ഈ വചനഭാഗം നമ്മെ പ്രചോദിപ്പിക്കുന്നു. മരണത്തെ ജയിച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് നിത്യ ജീവനിലേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭയപ്പെടാതെ പ്രത്യാശയോടെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിനായി നമുക്കും കാത്തിരിക്കാം. അവിടുത്തെ സ്നേഹം നമ്മെ ഓരോ ദിവസവും പുതുക്കി പണിയുകയും ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.